അങ്ങനെ നമ്മുടെ ക്രിസ്മസിനുള്ള പപ്സുകൾ ഇവിടെ റെഡിയായി. ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു സാധനം വേറെ ഇല്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പപ്സ് കഴിക്കാൻ. പപ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല. ഇത് ബീഫ് പപ്സാണ്. പക്ഷെ അതുപോലെ ഉണ്ടാക്കാൻ നല്ല മെനക്കെട്ട ഒരു സ്നാക്സും വേറെ കാണത്തില്ല. നല്ല മെനക്കേട് തന്നെയാണ് ഈ പപ്സ് ഉണ്ടാക്കുന്നതിന്. ഇത് ബീഫിൻ്റെ പപ്സാണ്. ബീഫ് നമ്മൾ ആദ്യം വേവിച്ച് അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് വേവിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയൊക്കെ വേവിച്ചതിന് ശേഷം ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പിന്നെ എല്ലാം കൂടി ഇട്ട് വഴറ്റി വേവിച്ച ബീഫിട്ട് ഇളക്കി പിന്നെ അതിനകത്ത് പിന്നെ നമ്മൾ പച്ചമുളകും കൂടെ ചേർത്ത് അരിഞ്ഞ് ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മല്ലിയിലയൊക്കെ ഇട്ട് ഇളക്കിയെടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ബീൻസും ക്യാരറ്റും കൂടി ഇതിനകത്ത് ചേർത്ത് വേറെ പൊട്ടറ്റോ